നടന്ന ഇറാൻ US ചർച്ചയിൽ ഇടങ്കോലിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്നത്. നെതന്യാഹുവിന്റെ ഒരൊറ്റ ഫോൺ കോളാണ് എല്ലാം തകിടം മറിച്ചതെന്നും അതങ്ങനെ അന്നത്തെ ആ ഒരു ഫോൺ കോൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമെന്ന് അല്ലെങ്കിൽ തങ്ങൾ ഒരു കരാറിലേക്ക് എത്തുമായിരുന്നു എന്ന ആരോപണമാണ് ഇറാൻ ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തു തന്നെയായാലും എന്തായിരിക്കും ഇവിടെ ഈ ഒരു ഫോൺ കോളിലൂടെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് അറിയിച്ചത്, അല്ലെങ്കിൽ അവർ ഇരുവരും തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചതെന്നത് ഇവിടെ ഇപ്പോൾ എല്ലാവരും ആകാംക്ഷഭരിതയോടെ തന്നെ കാതോർത്തിരിക്കുകയാണ് ആ വാർത്ത എന്താണ് എന്നറിയാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി തന്നെ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ US ചർച്ചകളെ വഴിമുട്ടിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും JD വാൻസുമായി നടത്തിയ ഫോൺ കോൾ ആണ് എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നീണ്ട തർക്കത്തിൽ ഒരു വഴിത്തിരിവാകുമായിരുന്ന കരാറിനെ നെതന്യാഹുവിന്റെ വിളി തകിടം മറിച്ചുവെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല പുറത്തു നിന്നുള്ള ഒരു കക്ഷിയാണ് ആ ഒരു പ്രക്രിയയെ താളം തെറ്റിച്ചതെന്നതാണ് ഇറാന്റെ ആരോപണം. ചർച്ചകൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസുമായി നടത്തിയ ഫോൺ കോൾ വിളി ചർച്ചകളുടെ ഗതി മാറ്റിയെന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇറാൻ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ വർഷങ്ങളായി നിരവധി വിഷയങ്ങളിൽ ധാരണയായെന്നും ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കരാറിലേക്ക് എത്താൻ സാധിക്കാതിരുന്നതെന്നും US ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. കരാറിന് ഇഞ്ചുകൾ മാത്രം അകലെ ആയിരുന്നുവെന്ന അരാക്ചി ഒരു പോസ്റ്റിലൂടെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോൾ പോസ്റ്റുകൾ മാറിയെന്ന് കൂട്ടിച്ചേർത്ത അരാക്ചി ആകട്ടെ ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിനെയോ നെതന്യാഹുവിനെയോ അദ്ദേഹം പോസ്റ്റിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. അതേസമയം അമേരിക്ക ഇറാൻ ചർച്ചകളിൽ നിന്ന് ഇസ്രയേലിന്റെ മുൻഗണനകളിലേക്ക് സംഭാഷണം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്നും ഇത് ചർച്ചയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയെന്നും അരാക്ചി പറഞ്ഞതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. യുദ്ധക്കളത്തിൽ നേടാൻ കഴിയാത്തത് അമേരിക്ക ചർച്ചകളിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും അവർ ഇവിടെ ഒരു വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയായിരുന്നു പരിഹാരം കാണാത്ത വിഷയങ്ങൾ എന്നതായിരുന്നു ചർച്ചയിൽ പങ്കാളിയായവർ വ്യക്തമാക്കിയത്. അതേസമയം JD വാൻസ് നയിച്ച ഇറാനുമായുള്ള സമാധാന ചർച്ച വിജയിച്ചില്ല എങ്കിലും 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ ടെഹ്റാനിലെ പുതിയ നേതൃത്വവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ US-നെ സഹായിച്ചതായി തന്നെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനെ ഒരു കരാറിന് സമ്മതിക്കാൻ നിർബന്ധിതരാക്കിയോ എന്നത് US വിശ്വസിക്കുന്ന അത്തരത്തിലൊരു രീതി ഉണ്ടായിട്ടുണ്ടോ എന്ന വിശ്വാസം ഇവിടെ US പ്രകടിപ്പിക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ തീവ്രമായ ഒരു ചർച്ചയിലേക്ക് കടന്നു. അവസാനമായപ്പോഴേക്കും അത് വളരെ സൗഹൃദപരമായി തന്നെ തീർന്നു. അവർ ഒരു ആണവശേഷി ഉപേക്ഷിക്കാൻ സമ്മതിച്ചുവെന്ന വസ്തുത ഒഴികെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോയിന്റുകളും ലഭിച്ചു എന്നതായിരുന്നു ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഇത്തരം ഒരു ഫോൺ കോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുക്കൽ നിന്നും ഒരു ഫോൺ കോൾ വരികയും JD വാൻസ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും അത് പ്രകാരം പിന്നീട് ഈ ഒരു ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന ആരോപണമാണ് ഇറാൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.